നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ കോളപ്പ് പ്രതീക്ഷിച്ചിരിപ്പാണ് ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികളൊക്കെയും. വമ്പൻ പരിപാടിയായിട്ട് CBF ഇന്ന് ഇത് നടത്തുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ നാളെ പുലർച്ചെ 1:30 ബ്രസീലിയൻ സമയം വൈകിട്ട് 5 മണിക്കാണ് പ്രോഗ്രാം ഉള്ളത്. ആരൊക്കെ ഉണ്ടാവും സ്ക്വാഡിൽ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ബ്രസീലിയൻ സോഴ്സുകൾ നൽകുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒരു പ്രോബിലിറ്റി, ഇത് 100% ഇത് തന്നെയാണ് സ്ക്വാഡ് എന്നല്ല പറയുന്നത്. ഏറ്റവും അധികം സാധ്യതയുള്ള താരങ്ങൾ ഗോൾ കീപ്പർമാരായിട്ട് 3 പേരെ കൊണ്ടുപോകും. ആലിസൺ ഉണ്ടാകും, എഡേഴ്സൺ ഉണ്ടാകും, ബെൻഡോ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ബെൻഡോക്ക് പകരം ഹ്യൂഗോ സൗസയെ എത്തിയേക്കാം. ബെൻഡോയെ മാറ്റി ഹ്യൂഗോ സൗസയെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഹ്യൂഗോ സൗസ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ്. വേൾഡ് കപ്പ് പുരോഗമിക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി ടീമിന് ഗുണം ചെയ്തേക്കുമെന്നത് പരിഗണിച്ച് അദ്ദേഹത്തെ സ്ക്വാഡിലെടുക്കാൻ സാധ്യതയുണ്ട്. ഡിഫൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഗബ്രിയൽ മഗല്ലസും മാർക്കിഞ്ഞോസും സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ, ഒപ്പം ബ്രമർ, ഇബാനസ്, എത്ര മിലിറ്റാവോയുടെ പരിക്കും കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം. പിന്നെ തിയാഗോ സിൽവ. അലക്സാൻഡ്രോ റിബൈറോ ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ അലക്സാൻഡ്രോ റിബൈറോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ഫോം നഷ്ടമായി. പക്ഷേ ബ്രസീൽ ടീമിൽ ഉണ്ടാകുമ്പോഴേക്കും അദ്ദേഹം നന്നായി കളിച്ചിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷേ അതിന് പകരം തിയാഗോ സിൽവയെ എടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വേൾഡ് കപ്പ് പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിന് പോകുമ്പോൾ 41കാരനായിട്ടുള്ള താരത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നല്ല പറഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യിക്കാൻ ഇവിടെ ഗബ്രിയൽ മഗല്ലസും മാർക്കിഞ്ഞോസും ഉണ്ട്. അതേസമയം ട്രെയിനിങ് ക്യാമ്പിലും മറ്റുമൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാളുടെ സാന്നിധ്യം താരങ്ങളെ കാം ഡൗൺ ആക്കാനും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയിലാണത്. വിങ് ബാക്ക്മാരുടെ കാര്യത്തിലേക്ക് വന്ന വെസ്ലിയും ഡാനിലോയും റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിൽ, ലെഫ്റ്റ് വിങ് ബാക്കിൽ കൈക്കി ബ്രൂണോയും ഡഗ്ലസ് സാൻഡോസും. അപ്പോൾ അലക്സാൻഡ്രോക്ക് സാധ്യതയില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത് കോച്ച് എത്രത്തോളം പരിഗണിക്കുന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മധ്യനിരയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, ഈ ദ്വയം തന്നെയായിരിക്കും ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലൊക്കെ കാണുക. പിന്നെ ഡാനിലോയും ലൂക്കാസ് പക്വറ്റയും മധ്യനിരയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്പർ 10 റോളിന് പറ്റിയ ആളുകൾ നെയ്മർ ജൂനിയർ, അതുപോലെ മാത്യൂസ് കുഞ്ഞ, മാത്യൂസ് പെരീര അവരൊക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ വിങ്ങിൽ കളിക്കാൻ വിനി ജൂനിയറും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ഇടത് പാർശ്വത്തിൽ, വലതു പാർശ്വത്തിൽ റാഫീഞ്ഞയും ലൂയിസ് എൻട്രിക്കയും റയാനും. ഗോളടിക്കാനാണെങ്കിൽ എൻട്രിക്ക് ഉണ്ട്, ഇഗോർ തിയാഗോ. ഈ രൂപത്തിലുള്ള ഒരു കോളപ്പിനുള്ള സാധ്യത കാണുന്നു എന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.